ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ ഫൈനലിസ്റ്റുകളായി നിൽക്കുന്നവരിൽ ജിൻഡോ, ജാസ്മിൻ ഒഴികെയുള്ള 4 പേരെയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നൊന്ന് കമന്റ് ഇടണം കേട്ടോ. ഫൈനലിസ്റ്റുകളായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ട്രോങ് ആയിട്ടുള്ള കുറെ അധികം പേര് പുറത്താവുകയും സേഫ് ഗെയിമേഴ്സ് പലരും സേഫ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. നമ്മുടെ ബിഗ് ബോസ് മലയാളത്തില് ഇതെല്ലാ സീസണിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ്. മിനിമം ഒരു സേഫ് ഗെയിമർ എങ്കിലും ഫൈനലിസ്റ്റ് ആയിട്ട് ഉണ്ടാവും. നന്നായി കളിച്ച് കോണ്ടന്റ് കൊടുക്കുന്നവർക്ക് വോട്ടും ഇല്ല. അപ്പോ അവിടെയുള്ള 6 പേര് ശ്രീതു, ഋഷി, അഭിഷേക്, ജിൻഡോ, അർജുൻ, ജാസ്മിൻ. ഋഷിയെ പറ്റി തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാല്ലേ. ഋഷിയുടെ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രശ്നം പുള്ളി തുടക്കം മുതലേ വളരെ ഇമോഷണൽ ആയിരുന്നു എന്നതാണ്. ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട സ്ഥലത്ത് പോലും ഹൃദയം കൊണ്ട് ചിന്തിച്ചു. എന്നെ നോമിനേറ്റ് ചെയ്തേ എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് ഋഷി. വളരെ നിഷ്കളങ്കനായൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വൾണറബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് എപ്പോഴും ഇതുപോലൊരു ഷോ സർവൈവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ആവശ്യം വരും. സീസൺ 1 മുതലേ പലരും നമുക്ക് ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഋഷിക്ക് വേണ്ട സമയങ്ങളിൽ സപ്പോർട്ട് കൊടുത്തവരുടെ പേരുകളൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഋഷി ഒരിക്കലും ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിച്ചൊരു മത്സരാർത്ഥി ഒന്നും അല്ല. അതുതന്നെയാണ് ഋഷിയെ ഒരു വിന്നർ മെറ്റീരിയൽ ആക്കാത്തതും ഞാൻ. അപ്പോൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യേണ്ട പല സ്ഥലത്തും ഋഷി റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. വാ തുറന്ന് സംസാരിക്കുന്നതും ഒപ്പീനിയേറ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് പല പ്രശ്നങ്ങളിലും. ടാസ്കിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, ടാലന്റ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും മാത്രമല്ലല്ലോ ഒരു വിന്നർക്ക് വേണ്ട യോഗ്യതകള്. കോണ്ടന്റുകൾ കൊടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. സീസൺ തുടങ്ങിയ അവസാനം വരെ ചർച്ചയാവണം. ലൈം ലൈറ്റിൽ തന്നെ നിൽക്കണം. ഈ ക്രൈറ്റീരിയ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഋഷിക്ക് ടോപ്പ് 5 നിൽക്കാൻ യോഗ്യതയുണ്ട്. പക്ഷെ കപ്പടിക്കുമോ എന്ന കാര്യം ഡൗട്ടാണ്. അടുത്തതായിട്ട് അഭിഷേക് ശ്രീകുമാർ. ടിക്കറ്റ് ഫിനാലയിൽ കളിച്ച് ജയിച്ച് ഫൈനലിസ്റ്റ് ആയ മത്സരാർത്ഥിയാണ്. ആ നേട്ടത്തെ ഒരിക്കലും ഞാൻ വില കുറച്ച് കാണുന്നില്ല. അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. പക്ഷെ ടാസ്കുകളിലെ പ്രകടനം മാറ്റി നിർത്തിയാൽ അഭിഷേക് അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഫിനാലെ ദിവസം ബിഗ് ബോസ് പുള്ളിക്ക് ആ ഒരു യെല്ലോ ബീൻ ബാഗ് എഴുതി കൊടുക്കുമെന്നാണ് കേട്ടോ. കാരണം അതിൽ തന്നെയായിരുന്നു ഭൂരിഭാഗം സമയവും. ഞാൻ തമാശ പറയുമൊന്നുമല്ല, ലൈവ് കണ്ടവർക്ക് ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അഭിഷേക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രതികരിച്ച് കോണ്ടന്റുകൾ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഈ സീസണിലെ വിന്നർ ആയനെ. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വൈൽഡ് കാർഡ് വിന്നറും ആയനെ. അതിനുള്ള എല്ലാ ക്വാളിറ്റിയും മിടുക്കും ഒക്കെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടാണ് കയറിയതും. പക്ഷെ അനാവശ്യമായി ഗ്രൂപ്പ് കളിച്ചതും അതുപോലെ പ്രതികരിക്കേണ്ട കുറെ സ്ഥലത്ത് മിണ്ടാതിരുന്നതും ഒക്കെയാണ് അഭിഷേകിന്റെ നെഗറ്റീവുകൾ. നെഗറ്റീവ് പറയുമ്പോൾ പോസിറ്റീവ് പറയണം. ഫിസിക്കൽ ടാസ്കിലൊക്കെ അസാധ്യ പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ് അഭിഷേക്. അതുപോലെ ജെനുവിൻ പേഴ്സണാലിറ്റിയാണ്. അനാവശ്യ കണ്ണീരില്ല, ക്യൂട്ട്നെസ് ഇല്ല, ഡ്രാമ ഇല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അതാണ് എനിക്ക് അഭിഷേകിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അടുത്ത പേരാണ് അർജുൻ. അർജുന്റെ പോസിറ്റീവ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നെഗറ്റീവ്സ് നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അർജുൻ വളരെ മികച്ചൊരു നടനാണ്. ആദ്യം ജാൻമണിയായിട്ട് പരകായ പ്രവേശനം നടത്തി കുറെ ചിരിപ്പിച്ചു. അത് കഴിഞ്ഞ് നോറയായിട്ട് പരകായ പ്രവേശനം നടത്തി അപ്പോഴും ചിരിപ്പിച്ചു. പിന്നെ വേറെ പല ആക്ടുകളും, മറ്റേ പൂവാലനായിട്ടുള്ള ആക്ടും അതുപോലെ ഫാൻസ് ഓൺ കോntestകളും കുറെ അധികം ആക്ടുകളിൽ അർജുൻ എന്റർടൈൻമെന്റ് തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വിജയിച്ചിട്ടുമുണ്ട്. പിന്നെ പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവാണ് മികച്ച രീതിയിൽ സേഫ് ഗെയിം കളിച്ചു എന്നുള്ളത്. ആരെയും വെറുപ്പിക്കാതെ ഫൈറ്റ് ചെയ്യാതെ ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഇത് തന്നെയാണ് നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒട്ടും തന്നെ പ്രതികരിക്കാത്ത, റിയാക്ട് ചെയ്യാത്ത ഒരു മത്സരാർത്ഥിയാണ്. ഫേക്ക് ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്. നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. ഇനി ജാസ്മിനിലേക്ക് വരാം. ജാസ്മിനെ പറ്റി എവിടുന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അത്രമാത്രം ഉണ്ട് പറയാനായിട്ട്. ഈ പറഞ്ഞ 3 ആണുങ്ങളെക്കാൾ മികച്ച രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറിയ ഒരാളാണ് എന്ന് എനിക്ക് അടിവരയിട്ട് പറയാനായിട്ട് പറ്റും. സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, നിലപാടുള്ള ഒരാളാണ്. ആ നിലപാട് ആരുടെയും മുഖത്ത് നോക്കി പച്ചയ്ക്ക് വിളിച്ചു പറയാനും ഒരു മടിയും കൂസലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. സംസാരിക്കാൻ കഴിവുണ്ട്, പക്ക BB മെറ്റീരിയലാണ്. ഇതൊക്കെയാണ് ജാസ്മിനിൽ കണ്ട പോസിറ്റീവ്സ്. ജാസ്മിൻ നിലപാടുകൾ തുറന്നു പറഞ്ഞ് പ്രതികരിച്ച് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നുവെങ്കിൽ ഈ സീസണിന്റെ കപ്പടിച്ചേനെ എന്ന് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ എതിരാളി തന്നെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ അഭിപ്രായവും വ്യത്യസ്തമൊന്നുമല്ല. ഓവറായിട്ട് ഡിപ്പെൻഡന്റ് ആയി പോയത് തന്നെയാണ് ജാസ്മിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. അത് തന്നെയാണ് ജാസ്മിൻ ഇത്ര ഹേറ്റ് കിട്ടാൻ കാരണം. പിന്നെ പലരും പറയുന്നുണ്ട് പുറത്തെ കാര്യം അറിഞ്ഞു, അത് ഇത് എന്നൊക്കെ, ബ്ലോക്ക് ഡാഡി മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ട്രോളും ഒക്കെ ഉണ്ട്. പുറത്തെ കാര്യം അറിഞ്ഞിട്ടും ആ ഒരു വിഷയത്തില് പുള്ളിക്കാരി ഉറച്ചു നിൽക്കുന്നുണ്ട്. പേടിച്ച് ബാക്ക് ഓഫ് ചെയ്ത് പോയിട്ടൊന്നുമില്ല. പേഴ്സണൽ ലൈഫിനെ പറ്റി പറയാനായിട്ട് നമ്മൾ ആരും അല്ല. പുള്ളിക്കാരി ആരെ വിവാഹം കഴിക്കണമെന്നും അതൊക്കെ ഇറ്റ്സ് ഓൾ അപ് ടു ഹെർ. നമ്മൾ നോക്കുന്നത് ഗെയിം മാത്രമാണ്. സീസൺ 6 അറിയപ്പെടാൻ പോകുന്നത് ജാസ്മിന്റെയും കൂടി പേരിലായിരിക്കുമെന്ന് നമുക്ക് അടിവരയിട്ട് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ടോപ്പ് 2-ൽ ജാസ്മിൻ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ജിൻഡപ്പൻ. ജിൻഡോയെ പറ്റി പറയുമ്പോഴും ജാസ്മിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എവിടുന്ന് പറഞ്ഞു തുടങ്ങണം എന്ന കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. സീസൺ 6 വിജയിക്കാൻ ഏറ്റവും അധികം ഡിസേർവിംഗ് ആയ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമാണ്.
പുള്ളി ഒരു വൺ മാൻ ആർമിയാണ്, ഒറ്റയാൾ പട്ടാളമാണ്. ആരൊക്കെ മുന്നിൽ വന്ന് നിന്നാലും ജിൻഡോ ഒറ്റ ഒരാളെ മതി, നെഞ്ചും വിരിച്ചു നിന്ന് അവരെയൊക്കെ നേരിടാനായിട്ട്. തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഗെയിമിൽ ജിൻഡോ മാത്രമാണ് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ കളിച്ചത് എന്നുള്ളത് ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മണ്ടൻ എന്ന് വിളിച്ചവര് തന്നെ ബുദ്ധി രാക്ഷസൻ എന്ന് മാറ്റി വിളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ റേഞ്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജിൻഡോ വിരലിലെണ്ണാവുന്ന തവണ മാത്രമേ ആ വീട്ടിൽ കരഞ്ഞിട്ടുള്ളൂ, അത് നിങ്ങൾ ഓർക്കണം. പുള്ളിയെ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളത് അസാധ്യമായൊരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസിന് പോലും. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഒരു വൻമരത്തെ പോലെയാണ് ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി മുന്നേറിയത്. മനക്കെട്ടി, മനോധൈര്യം, വിൽ പവർ, ഡിറ്റർമിനേഷൻ, ഇതൊന്നും ചുമ്മാ കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല. ഇതൊക്കെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നതാണെന്ന് ജിൻഡോ തെളിയിച്ചു. ഇതൊക്കെ അവിടെ ഏറ്റവും അധികം ഉള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ. ജിൻഡോയ്ക്കെതിരെ വീട്ടുകാരും ബിഗ് ബോസും വരെ തിരിഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോഴും തളരാതെ മുന്നോട്ട് പോയി. പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ജിൻഡോ മുന്നോട്ട് പോയത്. ഒരുപാട് ലിമിറ്റേഷൻസും കുറവുകളും ഒക്കെ ഉള്ള വ്യക്തിയാണ്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ ആരും എല്ലാം തികഞ്ഞ പുണ്യാളന്മാരൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒക്കെ ഉള്ളില് വളരെ ഗ്രേ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത്. അത് പുറത്തു കൊണ്ടുവരുന്ന ഷോ ആണ് ബിഗ് ബോസ്. ഉഡായിപ്പും കള്ളത്തരവും തന്ത്രവും കുതന്ത്രവും ഒക്കെ വശമുള്ള ഒരാൾ തന്നെയാണ് ജിൻഡോ. അത് ഈ ലോകത്തെ എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ പുള്ളിക്ക് കിട്ടുന്ന ഈ ഒരു ലവ് ആൻഡ് സപ്പോർട്ട്, അത് പുള്ളിയുടെ ആ ഒരു മൈൻഡ്ഫുൾനെസ്സും വിൽ പവറും ഡിറ്റർമിനേഷനും അതിനൊക്കെ വേണ്ടി കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതൊക്കെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറിയതിന്റെ അംഗീകാരം. ഇത്രയുമായിരുന്നു ടോപ്പ് 5 കുറിച്ചുള്ള നമ്മുടെ ഒരു അവലോകനം. ശ്രീതു ഒക്കെ ടോപ്പ് 5 ഞാൻ നോക്കി കാണുന്നില്ല, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, തിങ്ക് ആൻഡ് വോട്ട്, ആലോചിച്ചിട്ട് വോട്ട് ചെയ്യുക. ഡിസേർവിംഗ് ആയിട്ടുള്ളവര് ജയിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക. ഇഷ്ടമുള്ള മത്സരാർത്ഥിക്ക് മാത്രം വോട്ട് കൊടുക്കുക. 5 വോട്ടുകളും സ്പ്ലിറ്റ് ചെയ്യാതെ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുക. ഇപ്പോൾ ലൈവിനകത്ത് റസ്മിൻ വന്നു, പോയി കാണട്ടെ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.